ഒരിക്കലും മുങ്ങിപ്പോകില്ല എന്ന വിശേഷണത്തോടു കൂടി ഉണ്ടാക്കിയ ടൈറ്റാനിക് കപ്പലിന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? അതിന്റെ കന്നി യാത്രയിൽ തന്നെയായിരുന്നു അതിന്റെ അന്ത്യവും. അങ്ങനെ ഇംഗ്ലണ്ടിലെ സതാപ്റ്റൺ തുറമുഖത്തു നിന്നും പുറപ്പെട്ട ടൈറ്റാനിക് കപ്പൽ, അഭീമാകരമായ ആഡംബര കപ്പൽ. അല്ല, ഞാനിപ്പോ എന്തിനാ മോളിൽ നിന്ന് താഴെ വന്നേ? 1912 മഞ്ഞുമലയിടിച്ച് അന്ന് മുങ്ങിപ്പോയ ടൈറ്റാനിക് കപ്പല് നമ്മുടെ കൊല്ലത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് അകത്ത് പോയിട്ട് തന്നെ നോക്കാം. ഞാൻ പോയെന്ന് വിചാരിച്ച? ഇല്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഈ കാണുന്നതാണ് 2300ഓളം യാത്രക്കാരാടി തിമിർത്ത ടൈറ്റാനിക്കിന്റെ പ്രധാന ഭാഗം. അതായത് പ്രധാന ഹാൾ ഇതായിരുന്നു. എന്നാലും എന്റെ പൊന്നു റോസേ, ആ ജാക്ക് അവിടെ കിടന്ന് നിലവിളിച്ചപ്പോഴേ അത്രയും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നുണ്ട് കം ബാക്ക് കം ബാക്ക് എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് വലിച്ച് കരയിലോട്ട് ഇട്ടില്ല? ജാക്കിന് എന്തായാലും റോസ് വലിച്ച് കരക്കിയിട്ടില്ല. പക്ഷെ ഉണ്ടല്ലോ, കുറെ നേരം എന്തൊക്കെയോ പറഞ്ഞിട്ട് റോസിന്റെ കഴുത്തിൽ കിടന്നൊരു മാല അടിച്ചോണ്ടല്ലേ പോയേ? ആ സിനിമ ഞാൻ കണ്ടായിരുന്നു. ഇതായിരുന്നോ ടൈറ്റാനിക്കിലെ വില്ലൻ കഥാപാത്രം? എന്താ അമ്മച്ചി, ബാഗത്തൊക്കെ എവിടെ പോവാ? ശരിക്കും ഇവരെ കാണാൻ എന്ത് ഭംഗിയല്ലേ, എന്ത് നല്ല ജോഡിയായിരുന്നു. ഇതൊക്കെ കാണുമ്പോഴൊന്ന് പ്രേമിച്ചാലോന്ന് തോന്നുന്നു. ഈ മാല ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. വയസ്സാനാലും ഒന്ന് സ്റ്റൈലും എടുക്കും, ഉന്നെ വിട്ട് പോഹല്ലേ. ഒരാൾ ഇവിടെ മലമലാന്ന് കിടക്കുക, ഒരാളിരുന്ന് പാക്ക് വെട്ടുന്നു. വെറ്റില്ല നോക്കാനായിരിക്കും. ഈ കണ്ണാടിയിൽ നോക്കിയിട്ടായിരിക്കും റോസ് എപ്പോഴും ഒരുങ്ങി സുന്ദരിയായിട്ട് ജാക്കിന്റെ മുന്നിൽ എത്തുന്നത്. എന്നാണ് നമ്മുടെ ജാക്കും റോസും അവരുടെ പ്രണയ സലാപത്തിൽ ഏർപ്പെട്ടിരുന്നത്. ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും ടൈറ്റാനിക് കൊണ്ടൊന്ന് മഞ്ഞുമല ഇടിച്ചത്. മഞ്ഞുമൽ ബോയ്സ്, ഗുണ കേവ്. എടാ സുഭാഷേ, ലൂസ് അടിക്കടാ. എത്ര ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ. ആ ഗുഹയെ വീണ സുഭാഷിനെ എന്തോരം സമ്മതിക്കണം. ഇന്ന സ്ഥലത്തൂടെ ഉണ്മയാണ് പേര് ഡെവിൾസ് കിച്ചൺ. ടൈറ്റാനിക്, ഗുണ കേവ്, അടിപൊളി സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ. ഇത്രയും പറഞ്ഞപ്പം എന്തൊരു ക്ഷീണം. ഒരു കരിമീൻ ജ്യൂസ് കുടിച്ചിട്ടാവാല്ലേ? ചേട്ടാ, ഒരു കരിമീൻ ജ്യൂസ്. കൊല്ലം പൊളിയെങ്കിലേ. കൊല്ലം മഹോത്സവം വൈബാണ്.